റോമിൽ സീറോ മലബാർ സഭയ്ക്ക് നൽകിയിരിക്കുന്ന സാന്താ അനസ്താസിയ മൈനർ ബസിലിക്കയിൽ വിശുദ്ധ തോമാസ് ലീഹായുടെ ദുക്രാന തിരുനാൾ അതീവ ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. ജൂലൈ 5 നടന്ന തിരുനാൾ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുനാളിനോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ തോമാസ് ലീഹായുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തിന് ശേഷം വിശ്വാസികൾക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ഏകദേശം 500ഓളം വിശ്വാസികളാണ് ഈ തിരുനാൾ ചടങ്ങുകളിൽ പങ്കുചേർന്നത്. റോമിലെ സീറോ മലബാർ വിശ്വാസികളുടെ ചാപ്ലിനും സാന്താ അനസ്താസിയ മൈനർ ബസിലിക്കയുടെ റെക്ടറുമായ ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. റോമിൽ നിന്നും ജെസി ഡേവിസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റോമിലെ വിശ്വാസ സമൂഹം സീറോ മലബാർ സഭ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു 4 നൂറ്റാണ്ടിലധികമായി. ആദ്യ നാളുകൾ തൊട്ട് തന്നെ ഇവിടെ ഇതിന് കൊടുത്തിരിക്കുന്ന പേര് സാന്തോം പാരിഷ് സെന്റർ എന്നാണ്. അന്നൊന്നും നമുക്ക് ഇവിടെ ഒരു പള്ളിയോ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ലത്തീൻ പള്ളിയിലെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ കുർബാന ചൊല്ലിയിരുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പേര് സാന്തോം പാരിഷ് സെന്റർ എന്നാണ്. അതുപോലെ തോമാസ് ലീഹായുടെ മക്കളായ സീറോ മലബാർ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തങ്ങൾ ഒരുമിച്ച് കൂടിയ റോമിൽ കൊടുത്തിരിക്കുന്ന പേര് അതാണ്. 2020 ഈ മനോഹരമായിട്ടുള്ള ബസിലിക്ക ഫ്രാൻസിസ് പാപ്പ സീറോ മലബാർ സഭയുടെ ഉപയോഗത്തിനായിട്ട് തന്നു. ഇത് റോമിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒരെണ്ണമാണ്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് പണിതീർത്തിരിക്കുന്ന പള്ളിയാണത്. 4-ാം നൂറ്റാണ്ടിലെ പള്ളി ഇന്നും ഈ ബസിലിക്കയുടെ താഴെ അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ കാണുന്ന ഈ ബസിലിക്ക 300 വർഷങ്ങൾക്ക് മുമ്പ് പണിതീർത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് 7 കമ്മ്യൂണിറ്റികൾ റോമിൽ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും സീറോ മലബാർ കുർബാന ചൊല്ലുന്നുണ്ട്. ആളുകളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 7 സ്ഥലത്ത് ചൊല്ലുന്നുണ്ട്. അതിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള പള്ളി ഈ അനസ്താസിയ പള്ളിയാണ്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ സത്യം പറഞ്ഞാൽ ഈ തോമാസ് ലീഹായുടെ പെരുന്നാളാണ്. പക്ഷെ വർഷങ്ങളായിട്ട് ഇവിടെ തോമാസ് ലീഹായുടെ പെരുന്നാളും അൽഫോൻസമ്മയുടെ പെരുന്നാളും രണ്ടും ജൂലൈ മാസത്തിൽ വരുന്നതിൻ്റെ പേരിൽ ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത്. ഈ വർഷമാണ് അത് ആദ്യമായിട്ട് തോമാസ് ലീഹായുടെ പെരുന്നാൾ ജൂലൈ 3 കഴിഞ്ഞു വരുന്ന ഈ ദിവസവും ഞായറാഴ്ചയായി ഇന്നും, പിന്നെ അൽഫോൻസമ്മയുടെ തിരുനാൾ ജൂലൈ മാസം 26-ാം തീയതിയും ആചരിക്കുന്നത്. ഇന്ന് ഒരു ഏകദേശം ഒരു 500-600ഓളം ആളുകൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തിരുന്നു. മനോഹരമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. നമുക്ക് നമ്മുടെ നാട്ടിലെ പാരമ്പര്യമൊക്കെ ആളുകളുടെ മനസ്സിൽ ഒരിക്കൽ കൂടെ ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരുനാൾ ആഘോഷമായിരുന്നു. ഇവിടെ റോമിൽ സത്യം പറഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം അവധി സമയമാണ്. സ്കൂളുകളെല്ലാം അവധിയാണ്, കോളേജുകളെല്ലാം അവധിയാണ്. അതുകൊണ്ട് കുറേ മലയാളികൾ നാട്ടിൽ പോയിരിക്കുന്ന സമയമാണ്. അതല്ലെങ്കിൽ 500 കൂടെ ആളുകൾ വന്ന് പങ്കെടുക്കേണ്ട ആഘോഷങ്ങൾ തിരുനാളാണത്. റോമിലെ പ്രവാസി മലയാളികളുടെ ഒത്തുചേരൽ കൂടിയായി മാറിയ ഈ തിരുനാൾ ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിലാണ് നടത്തപ്പെട്ടത്. ഇവിടെ റോമിൽ അനസ്താസിയ പള്ളിയിൽ ഞങ്ങൾ പോളി ഫാമിലി സിസ്റ്റേഴ്സ് സേവനം ചെയ്തു വരുന്നു. ഇന്ന് ദുക്രാന തിരുനാൾ നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. എല്ലാ വർഷവും ഈ സാന്താ അനസ്താസിയ ബസിലിക്കയിൽ, അത് സാന്തോം പാരിഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അവിടെ നാം ഈ ദുക്രാന തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നു. ഈ വർഷവും ദുക്രാന തിരുനാൾ നമ്മൾ ആഘോഷമായി കൊണ്ടാടി. ആഘോഷമായ ഭക്തി നിർഭരമായ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും എല്ലാം നമ്മൾ ആഘോഷമായി കൊണ്ടാടി. വിശുദ്ധ തോമാസ് ലീഹയുടെ മാധ്യസ്ഥ്യം ഇവിടെയുള്ള വിശ്വാസി സമൂഹങ്ങൾ മുഴുവനും, പ്രത്യേകിച്ച് പ്രവാസികളായി ഇവിടേക്ക് കടന്നു വരുന്ന നമുക്ക് നാടിൻ്റെ അതേ ചൈതന്യത്തിൽ ഈ തിരുനാൾ ഇവിടെ ഘോഷിക്കാൻ ഭാഗ്യം ലഭിച്ചതിന് നല്ല ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നു. ഈ തിരുനാൾ ദിനം വിശുദ്ധ തോമാസ് ലീഹായോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ എന്ന്. തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് വിശ്വസിച്ച വിശുദ്ധ തോമാസ് ലീഹായെ പോലെ നാമും നമ്മുടെ കുടുംബവും വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ വിശുദ്ധ തോമാസ് ലീഹ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.